ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ സജീവ്. കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് കൂട്ടുകാരെ കൂടെ കാണിച്ചു തരാൻ പോകുന്നത്, ഒരുപാട് പേര് നിരന്തരം ഒരുപാട് കൂട്ടുകാർ എനിക്ക് അയച്ച മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേർക്കും അറിയില്ല ഈ പച്ചക്കക്കയാണോ ഡോളോമേറ്റാണോ അതേ പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണോ നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഈ പച്ചക്കക്ക അതായത് ചുണ്ണാമ്പ് കല്ല് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തോടിൽ അടങ്ങിയിരിക്കുന്നതും കാൽസ്യം കാർബണേറ്റാണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബോർഡുകളിൽ എഴുതി പഠിച്ചിരുന്ന ആ ചോക്കും കാൽസ്യം കാർബണേറ്റാണ്. ഈ പച്ചക്കക്ക എന്ന് പറയുന്നതും അതുപോലെ തന്നെ പൊടിഞ്ഞ കുമ്മായപ്പൊടി എന്ന് പറയുന്നത് പണ്ടുകാലം മുതലേ നമ്മുടെ പൂർവികർ ഉപയോഗിച്ച് വന്ന ഒരു സാധനമാണ്. അവർ കൃഷിയിൽ ഇത് ഉപയോഗിച്ചിരുന്നു പണ്ട് മുതലേ. അപ്പോൾ നമുക്ക് കടകളിലൊക്കെ ഇതിൻ്റെ പൊടിയായിട്ടുള്ള പാക്കറ്റ് കിട്ടും. അത് ഉപയോഗിച്ചുകൂടെ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഈ കാൽസ്യം കാർബണേറ്റ് അതായത് CO3 എന്ന് പറയുന്ന സംഭവത്തിൽ കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റുമുണ്ട്. അതുപോലെ തന്നെ മണ്ണിലെ പുളിരസം കളയാനുള്ള, അതായത് മണ്ണിൻ്റെ അസിഡിറ്റി കളയാനുള്ള ഒരു പവറുമുണ്ട്. നമ്മളെ കുമ്മായവുമായിട്ട് ചേർത്ത് നോക്കുമ്പോൾ പച്ചക്കക്കയ്ക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കുമ്മായപ്പൊടി എന്ന് പറയുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്. ഈ പച്ചക്കക്ക എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റുമാണ്. ഈ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് വെള്ളവുമായിട്ടൊക്കെ പ്രവർത്തിച്ച് അതിന് ശേഷമാണ് ചെടികൾക്കത് ഗുണമായിട്ട് ലഭിക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ pH ലെവൽ ക്രമീകരിക്കുന്നതിന് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതെന്ന് പറയുന്ന പച്ചക്കക്കയെക്കാളും കുമ്മായപ്പൊടി തന്നെയാണ്. കാരണം CO3 പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞു ചേരുന്നതല്ല. ഈ പച്ചക്കക്കയിൽ അടങ്ങിയിരിക്കുന്നത് CO3 അതായത് കാൽസ്യം തന്നെയാണ് ഇതിലടങ്ങിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ദീർഘകാല വിളകൾക്ക് ഈ പച്ചക്കക്ക കൊടുക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. എന്നാൽ നമ്മൾ പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നതെങ്കിൽ മണ്ണ് ശുദ്ധീകരിക്കാൻ വേണ്ടി, അതായത് മണ്ണ് ട്രീറ്റ് ചെയ്യുവാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എപ്പോഴും പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെയാണ്. കാരണം ഇത് പെട്ടെന്ന് തന്നെ വിളവ് കിട്ടുന്ന ഒരു ചെടിയാണ്. അതായത് ഒരു 10-90 ദിവസം കൊണ്ട് നമുക്ക് വിളവ് കിട്ടുന്ന ചെടികളാണ് ഈ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണ് പെട്ടെന്ന് ട്രീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾക്ക് ഈ കാൽസ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ പച്ചക്കറി ചെടിക്ക് ആവശ്യത്തിനുള്ള കാൽസ്യം ലഭിക്കേണ്ട ആവശ്യത്തിനും, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ മണ്ണിൻ്റെ അസിഡിറ്റി കളഞ്ഞ് ചെടിയെ ഫലപുഷ്ടിയോടെ വളർത്തുവാനും ഏറ്റവും നല്ലത് പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊടിഞ്ഞ കുമ്മായപ്പൊടിക്ക് പെട്ടെന്ന് തന്നെ മണ്ണിൽ കാൽസ്യത്തിൻ്റെ ലഭ്യത കൊടുക്കാനുള്ള കഴിവുണ്ട്. അതോടൊപ്പം തന്നെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ മണ്ണിൻ്റെ പുളിരസത്തെ കളയാനുള്ള കഴിവുമുണ്ട്. എന്നാൽ നമ്മുടെ പരീക്ഷണത്തിൽ, അതായത് ഞാൻ ഒരു ഗ്രോ ബാഗിൽ പച്ചക്കക്ക പൊടിച്ചതും അതുപോലെ തന്നെ ഒരു ഗ്രോ ബാഗിൽ ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടിയും ചേർത്ത് കൃഷി ചെയ്തപ്പോൾ എനിക്ക് അതിൽ കിട്ടിയതെന്ന് പറഞ്ഞാൽ പൊടിഞ്ഞ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് ഏറ്റവും കൂടുതലായിട്ട് നല്ലതുപോലെ എനിക്ക് അസിഡിറ്റി മാറി കിട്ടിയതും അതുപോലെ തന്നെ കാൽസ്യം കൂടുതലായിട്ട് കണ്ടതും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും നല്ലത് നമ്മൾ ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർക്കുന്നതാണ് വളരെ നന്ന്. ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടി മണ്ണിലേക്ക് ചേർക്കുമ്പോൾ അതിൽ തന്നെ 3 ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. അതിൽ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ, അങ്ങനെ 3 ആക്ടിവിറ്റിയിലൂടെയാണ് ഇത് മണ്ണിലേക്ക് ലയിച്ചു ചേരുന്നത്. പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ലത് നമ്മുടെ കുമ്മായപ്പൊടി തന്നെയാണ് എന്നുള്ളതാണ്. അതായത് കട്ട കെട്ടിയിരിക്കുന്ന മണ്ണിലും നമ്മുടെ ചെടിയുടെ വേരുകൾ ഇറങ്ങാൻ പാടുള്ള മണ്ണിലും കുമ്മായപ്പൊടി ചേർക്കുന്നതോടെ മണ്ണിൻ്റെ ഘടന മെച്ചപ്പെടുത്താനുള്ള, അതായത് ആ മണ്ണിലെ ആ പശപശപ്പ് മാറ്റാനുള്ള ഒരു കഴിവ് നമ്മളെ കുമ്മായപ്പൊടിക്കുണ്ട്. അതുപോലെ തന്നെ മണ്ണിൻ്റെ പുളിരസം പെട്ടെന്ന് മാറ്റിയിട്ട് മണ്ണിൻ്റെ pH ലെവൽ ഇംപ്രൂവ് ചെയ്യുവാനും നമ്മുടെ പൊടിഞ്ഞ കുമ്മായപ്പൊടിക്ക് സാധിക്കുന്നുണ്ട്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, 7-ൽ താഴെ വരുന്ന ഒരു pH ലെവലാണ് അസിഡിറ്റി അഥവാ പുളിരസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ pH ലെവൽ ക്രമീകരിച്ച് മുകളിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നല്ല കരുത്തോടെയും നല്ല ഗ്രോത്തോടു കൂടിയും ചെടിക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിലുള്ള ജീവാണുക്കൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം മണ്ണിൽ ഉണ്ടാക്കി കൊടുക്കുകയും ഈ
പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർക്കുന്നതിലൂടെ സാധിക്കുന്നു. അതായത് നമ്മുടെ മണ്ണിൽ പുളിരസം അധികമായിട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ മണ്ണിൽ നമുക്ക് ആവശ്യത്തിന്, അതായത് ഉപകാരപ്രദമായിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അവിടെ നിലയ്ക്കുകയും ഉപദ്രവകാരികളായിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം കൂടുതലായും ആണ് കാണുന്നത്. അതായത് നമുക്ക് ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അവിടെ ആക്റ്റീവായിരിക്കില്ല, എന്നാൽ നമ്മളെ ദ്രോഹിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം അവിടെ ആക്റ്റീവുമായിരിക്കും. ഇങ്ങനെയുള്ള 3 ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മുടെ മണ്ണിലേക്ക് കുമ്മായം ലയിക്കുന്നത് എന്ന് പറഞ്ഞത്. അടുത്തതായി നമുക്ക് നമ്മുടെ ഡോളോമേറ്റിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. അതായത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ഒരു കാർബണേറ്റാണ് നമ്മുടെ ഈ ഡോളോമേറ്റ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ഈ പൊടിഞ്ഞ കുമ്മായപ്പൊടി നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ പെട്ടെന്നൊന്നും നമുക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റില്ല. അതായത് ഒരു 15 ദിവസത്തെ ഇടവേളയെങ്കിലും അതിനിടയ്ക്കുണ്ടെങ്കിൽ മണ്ണുമായിട്ടിത് ലയിച്ച് മണ്ണിൻ്റെ ആസിഡിറ്റി കളയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഡോളോമേറ്റാണ് മണ്ണിൽ ചേർക്കുന്നതെങ്കിൽ 7ാമത്തെ ദിവസം നമുക്ക് കൃഷി ചെയ്യാമെന്നൊക്കെ പറയുന്നെങ്കിലും അതിനുള്ള കാരണം നമ്മുടെ മണ്ണിൻ്റെ പുളിരസം പെട്ടെന്ന് കളയാനുള്ള കഴിവ് ഡോളോമേറ്റിനില്ല. അതായത് സ്ലോ റിലീസ് ഓഫ് കാൽസ്യമാണ് ഈ ഡോളോമേറ്റ് എന്ന് പറയുന്നത്. അതായത് ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ വളരെ സ്ലോ റിലീസാണ്. അതായത് വളരെ പതുക്കെ മാത്രമേ നമ്മളെ ചെടിക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സിലിക്ക എന്ന് പറയുന്ന ഒരു മൂലകം കൂടി നമ്മുടെ ഈ ഡോളോമേറ്റിലുണ്ട്. എന്നാൽ ഇത് തെങ്ങ് പോലുള്ള വലിയ വൃക്ഷങ്ങൾക്കൊക്കെ നമ്മൾ കൂടുതലായി കുമ്മായപ്പൊടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ കുമ്മായപ്പൊടി പകുതിയും അതുപോലെ തന്നെ ഡോളോമേറ്റ് പകുതിയും എടുത്ത് മിക്സ് ചെയ്ത് നമ്മളെ തെങ്ങിന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ലോ റിലീസ് ഓഫ് കാൽസ്യം ആയതുകൊണ്ട് തന്നെ പതുക്കെ നമ്മളെ തെങ്ങ് അത് വലിച്ചെടുത്തുകൊള്ളും. അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊടുത്താലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറേശ്ശെ ആയിട്ട് നമ്മളെ തെങ്ങിന് ഇത് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ ഒട്ടുമില്ലാത്ത ഒരു മൂലകമാണ് ഈ സിലിക്ക എന്ന് പറയുന്നത്. നമ്മുടെ ഡോളോമേറ്റിൽ ഈ കാൽസ്യവും മഗ്നീഷ്യവും അതുപോലെ തന്നെ സിലിക്കയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ദീർഘകാല വിളയായ തെങ്ങ്, കവുങ്ങ് എന്നീ ചെടികൾക്ക് ഇത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം സ്ലോ റിലീസായിട്ടാണ് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുമ്മായപ്പൊടി വളരെ കുറഞ്ഞ അളവിലെടുത്ത ശേഷം ഡോളോമേറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അതായത് എപ്പോഴും കുമ്മായപ്പൊടിക്കായിരിക്കും വില കൂടുതൽ, അതേസമയം നമ്മുടെ ഡോളോമേറ്റിനാണെങ്കിൽ വില കുറവുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ തെങ്ങ്, കവുങ്ങ് എന്നീ വിളകൾക്കൊക്കെ ഡോളോമേറ്റ് നമുക്ക് കൊടുക്കാം. എന്നാൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് വിളവ് കിട്ടുന്ന ചെടികളാണ് ഈ പച്ചക്കറി ചെടികളും അതുപോലെ തന്നെ ഈ വാഴയുമൊക്കെ. ഇതിനൊക്കെ നമ്മൾ ഡോളോമേറ്റ് ചേർക്കുമ്പോൾ പകുതി കുമ്മായപ്പൊടിയും പകുതി ഡോളോമേറ്റും ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ നമ്മുടെ മണ്ണിനെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് കുമ്മായപ്പൊടിക്കുള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സ്ലോ റിലീസായിട്ട് നമ്മുടെ ചെടിക്ക് കാൽസ്യവും അതുപോലെ തന്നെ മഗ്നീഷ്യവും സിലിക്കയും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇത് രണ്ടും കൂടി പകുതിച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാൽ നമ്മുടെ മണ്ണിൽ അസിഡിറ്റി വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പൊടിഞ്ഞ കുമ്മായപ്പൊടി തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റാണ്. അതായത് 15 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി പൂർണ്ണമായും മാറ്റിയെടുക്കുവാൻ സാധിക്കും. അതായത് അസിഡിറ്റി കൂടിയ മണ്ണിലെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ പുളിരസം പെട്ടെന്ന് മാറുകയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടികൾക്ക് കീടരോഗബാധകൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 15 ദിവസത്തെ ഗ്യാപ്പ് നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യകത ഈ നമ്മൾ രാസവളം പ്രയോഗിക്കുമ്പോൾ അതിനകത്തുള്ള കെമിക്കൽസും അതുപോലെ തന്നെ കുമ്മായപ്പൊടി ചേർക്കുമ്പോൾ അതിനകത്തുള്ള കെമിക്കൽസും തമ്മിൽ പ്രവർത്തിച്ച് ഇത് നമ്മുടെ ചെടിക്ക് ലഭ്യമല്ലാത്ത ഒരു കെമിക്കൽസിലേക്ക് മാറും. സമയത്ത് നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങളൊന്നും നമ്മുടെ ചെടിക്ക് ലഭ്യമായ രീതിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ് കുമ്മായപ്പൊടി മണ്ണിൽ ചേർത്തിളക്കിയാൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചെടികൾ അതിൽ നടാവൂ എന്ന് പറയുന്നത്. ഈ കുമ്മായപ്പൊടി ഇട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടി, ആട്ടുംകാഷ്ടവും ഒക്കെ ഇട്ട് ചെടി നട്ട് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ഈ കുമ്മായത്തിൻ്റെ പ്രവർത്തനം അവിടെ നടക്കുകയില്ല. എന്നാൽ നമ്മുടെ അടിവളമായിട്ട് കൊടുക്കുന്ന ഈ ജൈവവളങ്ങളുടെ പ്രവർത്തനവും അവിടെ നടക്കില്ല. ഇതുകൊണ്ടും കൂടിയാണ് ഈ 15 ദിവസത്തെ സാവകാശം നമ്മൾ കൊടുത്തതിന് ശേഷം മാത്രമേ മണ്ണ് ട്രീറ്റായി ചെടി നടാവൂ എന്ന് പറയുന്നത്. സമയം ഈ ഡോളോമേറ്റിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സ്ലോയാണ്.
അതുകൊണ്ട് തന്നെ നമ്മളെ ജൈവവളങ്ങളും രാസവളങ്ങളുമായിട്ടുള്ള ഈ ഡോളോമേറ്റിൻ്റെ പ്രവർത്തനവും വളരെ സ്ലോയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡോളോമേറ്റ് ചേർക്കുന്ന മണ്ണുകൾ 7 ദിവസത്തെ ഗ്യാപ്പ് കൊടുത്താലും മതി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇത്രയേറെ വിശദീകരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സാധാരണക്കാരായിട്ടുള്ള കർഷകർക്കും ഈ കുമ്മായത്തിൻ്റെയും ഡോളോമേറ്റിൻ്റെയും പ്രവർത്തനങ്ങളും അതിൻ്റെ ഉപയോഗക്രമങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഈ ഡോളോമേറ്റും കുമ്മായപ്പൊടിയും പകുതി എടുത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് നമ്മുടെ മണ്ണിൻ്റെ അസിഡിറ്റി സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ എത്ര തവണ അസിഡിറ്റി ക്രമീകരിച്ചാലും വീണ്ടും അസിഡിറ്റി ആയിക്കൊണ്ടേയിരിക്കും. അതായത് pH ലെവൽ മാറിക്കൊണ്ടേയിരിക്കും. ഇത് ഒരു തവണ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ ആ കൃഷി തീരുന്നത് വരെ മാത്രമേ ആ മണ്ണിൻ്റെ പുളിരസം ക്രമീകരിച്ച് നിലനിർത്താൻ സാധിക്കൂ. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ ചെടി അവിടെ അവശേഷിച്ചിട്ട് പോയിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള ആ സാഹചര്യം നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മുടെ മണ്ണിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മണ്ണ് പുളിയായിക്കൊണ്ടിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം. അതുപോലെ തന്നെ ഈ മഴ കൂടുതലായിട്ട് വരുമ്പോൾ നമ്മുടെ മണ്ണിലുള്ള ഹൈഡ്രജൻ അയോൺസിൻ്റെ അളവ് കൂടുതലായി വരും. അതുകൊണ്ടാണ് ഈ മഴക്കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ മണ്ണ് അസിഡിറ്റിക്കായി മാറുന്നത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന പല കെമിക്കൽ ഫെർട്ടിലൈസറുകളും നമ്മുടെ മണ്ണിനെ കൂടുതൽ അസിഡിറ്റി ഉള്ളതാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ തെങ്ങിനൊക്കെ നമ്മൾ പകുതി ഡോളോമേറ്റും പകുതി കുമ്മായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മുടെ തെങ്ങിന് ചുറ്റാകെയുള്ള മണ്ണിന് അധികമായ പുളിരസം ഉണ്ടാവുകയില്ല. കാരണം സ്ലോ റിലീസ് ഓഫ് കാൽസ്യം അവിടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതേസമയം പച്ചക്കക്കയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് കാൽസ്യം മാത്രമാണ്. ഇത് വളരെ സ്ലോ ആയിട്ട് മാത്രമേ ചെടിക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മണ്ണിൽ കുമ്മായപ്പൊടി ചേർത്ത് ട്രീറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള മിനിമം യോഗ്യത എന്ന് പറയുന്നത് മണ്ണിൽ എപ്പോഴും 50% നനവുണ്ടായിരിക്കണം. കാരണം ഇപ്പോൾ ചൂട് സമയമാണ്. ചൂട് സമയമായതുകൊണ്ട് തന്നെ മണ്ണ് വരണ്ട് കാണുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു പുട്ടിൻ്റെ നനവ്, ആ ഒരു നനവിലായിരിക്കണം നമ്മൾ കുമ്മായം ചേർക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുമ്മായപ്പൊടി മുകൾ ഭാഗത്ത് വാരി വിതറിയിട്ടാൽ മാത്രം പോരാ, മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കുകയും വേണം. നല്ലതുപോലെ നനവും കൊടുക്കണം. ഈ കുമ്മായപ്പൊടി ഇട്ട് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി 15 ദിവസത്തെ ഗ്യാപ്പും നമ്മൾ കൊടുക്കണം. ഡോളോമേറ്റാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ അതിന് നമുക്ക് ഈ 15 ദിവസത്തെ ഗ്യാപ്പൊന്നും വേണ്ട. കുറഞ്ഞത് ഒരു 10 ദിവസത്തെയോ അല്ലെങ്കിൽ ഒരു 7 ദിവസത്തെ ഗ്യാപ്പ് കൊടുത്താലും മതി. കുമ്മായപ്പൊടി ചേർക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മണ്ണ് ട്രീറ്റ് ആവും. അതായത് അസിഡിറ്റി മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള കാൽസ്യം അവിടെ കിട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മണ്ണിൽ കൂടിയുള്ള കീടരോഗങ്ങളുടെ ബാധ കുറയുകയും ചെയ്യും. എന്നാൽ നമ്മുടെ വീട്ടമ്മമാരൊക്കെ കൃഷി ചെയ്യുന്ന അടുക്കളത്തോട്ടങ്ങളിൽ സാധാരണയായി ഈ കുമ്മായപ്പൊടി ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും കാണാറില്ല. എന്നാൽ ഇതുപോലെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതലും രോഗബാധകളിൽ നിന്ന് മാറ്റുവാനും സാധിക്കൂ. നല്ലതുപോലെ ചെടികളെ വളർത്തുവാനും ചെടികൾക്ക് ഇനി എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതിനെ തരണം ചെയ്ത് ചെടിയെ നമുക്ക് സംരക്ഷിച്ചെടുക്കുവാനും സാധിക്കൂ. ഏതൊരു കൃഷി ചെയ്താലും നമ്മൾ ആദ്യം മണ്ണ് ലെവലാക്കുക, അതായത് മണ്ണിൻ്റെ pH ലെവൽ ക്രമീകരിക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെ മറ്റൊരു നല്ല അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.